തീർച്ചയായും സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു. ആ നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ്. ഈ തെളിവിൻ്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. നല്ല കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. മർഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും. തെളിവ് നശിപ്പിക്കൽ പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും. സാർ, ഈ മോട്ടീവ് എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് പോകാനുള്ള ഒരു മോട്ടീവ്, അത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അത് കണ്ടെത്താൻ അത് ഈ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഇയാൾ 2024 ഫെബ്രുവരി മുതൽ വിജയകുമാറിൻ്റെ വീട്ടിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്നു. ഒരു 6-7 മാസത്തോളം ജോലി ചെയ്തു. അവസാനം ഒരു 20 ദിവസത്തെ ശമ്പളം പെൻഡൻസി വന്നു. അതിനുശേഷം ഇയാളും ഭാര്യയും കൂടെ ഒരുമിച്ചായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരും നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ ഇയാളെ തിരിച്ച് വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരു 10-15 ദിവസം ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 1 മാസത്തെ ശമ്പളം പെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് നീക്കി വെച്ചതിലുള്ളൊരു വിരോധം ഇയാൾക്ക് അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ഒരു ദിവസം അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ആദ്യത്തെ ആ ക്രൈം ചെയ്തത്. ഇയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിൽ പണം ട്രാൻസാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ 1930 വിളിച്ച് എമൗണ്ട് എല്ലാം പുട്ട് ഓൺ ഹോൾഡ് ആക്കി ഇട്ടു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി പ്രതി പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല. പോലീസിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 5.5 മാസത്തോളം, നിങ്ങൾക്കത് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു. കേസ് പിൻവലിക്കണം, പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല. പിന്നെ റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ളൊരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. DVRലെ ദൃശ്യങ്ങൾ അത് നിയമപരമായിട്ടുള്ള തെളിവാണ്. ആദ്യം കോടതിക്ക് കൈമാറും. കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അതിൻ്റെ ഫോറൻസിക് പരിശോധന കാര്യങ്ങളെല്ലാം നടത്തുന്നത്. തെളിവെടുപ്പുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതിയെ ചോദിക്കും. ആപ്ലിക്കേഷൻ ഇടുന്നുണ്ട്. 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിനുള്ളിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതിനടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു ടീം വർക്ക് തന്നെയാണോ അതിലേക്ക് എത്തിച്ചത്? 22-ാം തീയതി ഉച്ചയ്ക്ക് മുതൽ നമ്മൾ പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ആ സൂചനകൾ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ്. അവർ 22-നും 23-നും ഇടയിലുള്ള രാത്രി ഉറക്കമിളച്ചിരുന്ന് തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത്. അതുപോലെ ഒരു രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരുന്നു. ആദ്യം പെരുമ്പാവൂർക്ക് ഒരു ടീം പോയി, അവരുടെ പുറകെ തന്നെ അടുത്ത ടീം പോയി. അപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ കഴിഞ്ഞത്. കൊല നടത്താൻ പോകുന്നതും കൊല നടത്തിയതിനു ശേഷം DVRമായിട്ട് മടങ്ങി പോകുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാർ, അതിൽ ഒരു ചെറിയ സംശയം. ഈ പ്രതി അങ്ങനെ ഒരു കൊലപാതകം നടത്തിയ ശേഷം മുൻപൊരു തട്ടിപ്പ് അല്ലെങ്കിൽ മോഷണത്തിന് സമാനമായൊരു പ്രവൃത്തി നടത്തിയാണ്. അത് അയാളുടെ ഒരു മോഷണം അങ്ങനെ യാതൊരുവിധ ലക്ഷ്യവും വീട്ടിലില്ലായിരുന്നു? അതോ അയാളൊരു ശത്രുത മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്? ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വസ്തുവകകളൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല. ഈ DVR മൊബൈൽ ഫോണും അല്ലാതെ വേറെ ഒന്നും മോഷണം പോയിട്ടില്ല. സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളത് അവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. ഇയാളുടെ പക്കൽ കുറേ സിം ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എവിടെയെങ്കിലും മോഷ്ടിച്ചതാണോ? അല്ല, ഇയാളുടെ സിം കാർഡ് തന്നെയാണ്. ഇയാൾക്ക് മൊബൈൽ ഫോണും സിം കാർഡൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. ആ ഒരു അറിവ് പ്രയോഗിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം മൊബൈൽ ഫോൺ മോഷ്ടിച്ചതും അതിൽ നിന്ന് വിജയകുമാറിൻ്റെ സിം ഊരിയെടുത്തിട്ട് ബാക്കി തട്ടിപ്പുകൾ നടത്തിയത്. പോലീസ് ക്ലിയറൻസ് നേരത്തെ പരിശോധന കർശനമായിരുന്നു. ഇപ്പോൾ അത്രത്തോളം പരിശോധന ഇല്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പോലീസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്.
ഈ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വിജയകുമാറിൻ്റെ ലോഡ്ജിൽ വന്ന് ഇവർ കപ്പിളായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ താമസിച്ചു. അവർ കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ട് ബാംഗ്ലൂർക്കുള്ള യാത്രാമധ്യയായിരുന്നു. ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇയാളുടെ ലോഡ്ജിൽ താമസിച്ചത്. അപ്പോൾ ലോഡ്ജിൽ ഇവർ രണ്ടുപേര് താമസിക്കുന്നത് കണ്ട് വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്താണ് ഇവരെ രണ്ടുപേരും ജോലിക്കെടുത്തത്. യാതൊരുവിധ വെരിഫിക്കേഷനും നടത്തിയിരുന്നില്ല. ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ ടൗണിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ട കൊലപാതകങ്ങൾ, ഈ പ്രായം ചെന്നവരുടെ കൊലപാതകം നടക്കുന്നുണ്ട്. അപ്പം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ കൂടുതൽ സെക്യൂരിറ്റി എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി പോലീസിൻ്റെ ഡാറ്റാബേസ് വിപുലപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും ജനമൈത്രിയുടെ പ്രവർത്തനം വിപുലമാക്കിയിട്ടുണ്ട്. ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും 1 അല്ലെങ്കിൽ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ വിഭജിച്ച് കൊടുത്ത് ആ വാർഡുകളിൽ നിന്ന് പരമാവധി ഇത്തരത്തിലുള്ള വിവരശേഖരണം നമ്മൾ നടത്തി വരുന്നുണ്ട്. അത് അപ്ഡേറ്റ് ആവുന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സുരക്ഷ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സാർ, ഈ റിമാൻഡ് തടവുകാർക്ക് ഇത്തരത്തിൽ എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന ചിലർ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ കൊലപാതകം ഒരുപക്ഷെ അത്തരത്തിലൊരു ഇടപെടൽ, ഒരു ജാമ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇത്തരം ഒരു കുറ്റകൃത്യം നടക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളെ കുറിച്ച് എന്താണ് പോലീസിന് പറയാനുള്ളത്? എന്തെങ്കിലും അതിനൊരു നിയന്ത്രണം ഉണ്ടാവും? ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. കാരണം യാതൊരു പരിചയമില്ലാത്ത 2 സ്ത്രീകളാണ് അമിത് ഉറാങ്ങിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നത്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളിലും ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതികളെ ആരാണ് ജാമ്യത്തിൽ എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർക്ക് കേസല്ല, അവർ എത്രയാണോ ജാമ്യത്തുക അത് കോടതി അടപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യം നിൽക്കുന്ന വ്യക്തികൾ അവർ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും നോക്കിക്കണ്ട് പരിചയമുള്ളവർക്ക് വേണ്ടി മാത്രം ജാമ്യം നിൽക്കാൻ ശ്രദ്ധിക്കണം. ഈ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റാരെങ്കിലും ഈ അമിത്തിനെ ഉപയോഗിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംശയം നമുക്കുണ്ടോ? അതോ മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു. അതുമാത്രമല്ല, മകൻ മരിച്ച സമയത്തുള്ള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും യാതൊരുവിധ അറിവും പോലീസിന് ലഭ്യമായിരുന്നില്ല. അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ചാർജ് സമർപ്പിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസ് ഫയൽ ചെയ്ത് ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു. CBIക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ CD ഫയൽ എത്രയും വേഗം കൈമാറണമെന്ന് തന്നെ അഭ്യർത്ഥിക്കാനാണ് വിജയകുമാർ വന്നിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ CBIക്ക് CD ഫയൽ കൈമാറി. അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിരുന്നില്ല. ഈ കേസിനും പഴയ മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സാർ, ഈ ജാമ്യത്തിലെടുത്ത സ്ത്രീകൾക്ക് അവർക്ക് ഈ മറ്റുള്ള കേസുകളിൽ ആളുകളെ ജാമ്യത്തിലെടുക്കുന്ന ഒരു ഇതുണ്ടോ? അതോ ഈ ഇത്തരം ഒരു വിഷയം മാത്രമാണ്, ഈ അമിത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ്? അമിത്തിൻ്റെ വിഷയം മാത്രമാണ് നമുക്കിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അത് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അമിത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അമിത് ജാമ്യത്തിലിറങ്ങി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ ഇടുക്കി ജില്ലയിൽ മറ്റെവിടെയോ പോയിട്ട് ഒരു ഹോട്ടലിൽ ജോലിയായിട്ട് നിൽക്കുമായിരുന്നു. സാർ, ഈ അമിത്തിന്റെ ജാമ്യ വ്യവസ്ഥ എന്തായിരുന്നോ? അത് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അപ്പോഴേക്കും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 5.5 മാസത്തോളം റിമാൻഡിൽ കിടന്നതിനിടയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അമിത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതുകൊണ്ട് വേറെ ജാമ്യവ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരുപക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇടുക്കിയിൽ പോയി ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശായി. ഇല്ല, അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചതിൽ സോഫാർ പരിശോധിച്ചതിൽ നമുക്ക് എമൗണ്ടുകളൊന്നും അധികം ഉള്ളതായിട്ട് കണ്ടെത്താനായിട്ട് ഇല്ല. സഹോദരൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് സഹോദരൻ്റെ അടുത്തേക്ക് പോകുന്നത്. സാർ, ഇത്രയും ബുദ്ധിപരമായിട്ട് ഒരു ക്രൈം ചെയ്യാൻ സമയം എടുക്കുക അല്ലെങ്കിൽ ഇത്തരം CCTV ഹാർഡ് ഡിസ്ക് അടക്കം അടിച്ചു മാറ്റുകയും ചെയ്തൊരു പ്രതി എന്തുകൊണ്ടായിരിക്കും അയാൾ ഈ കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? അത് രക്ഷപ്പെടാനുള്ള ഒരാളുടെ നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത പോലും അയാൾ പരിഗണിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമുക്ക് ക്രൈം സീൻ പരിശോധിച്ചപ്പോൾ തന്നെ ആ ഹാർഡ് ഡിസ്ക് CCTV ഹാർഡ് ഡിസ്ക് മൊബൈലും എടുത്തുകൊണ്ട് പോയി എന്നുള്ളതല്ലാതെ വേറെ യാതൊരുവിധ പ്രൊഫഷണൽ രീതികളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം പരിസരത്ത് നിന്ന് തന്നെ കിട്ടി. അതുപോലെ ഫിംഗർ പ്രിൻ്റ് കിട്ടി. ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടെക്നിക്കൽ നോളജ്, മൊബൈൽ റിലേറ്റഡ് CCTV റിലേറ്റഡ് ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നുള്ളതല്ലാതെ ആധികാരികമായിട്ടുള്ളൊരു അറിവോ പ്രൊഫഷണലിസമോ ഉള്ള ആളായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല.
അവർ ഒരിക്കലും ഡെലിബറേറ്റ്ലി വിവസ്ത്രരാക്കപ്പെട്ട നിലയിലല്ല നമുക്ക് കണ്ടെത്തിയത്. രാത്രി കിടന്ന് ഉറങ്ങുന്ന ഇതിൻ്റെ ഇടയിൽ നടന്നൊരു കൃത്യം എന്നുള്ള നിലയ്ക്ക് വസ്ത്രം മാറി കിടന്നിരുന്നു, അത് സത്യമാണ്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഒരു സെക്ഷൽ അസോൾട്ടിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തൊരു കൊല മാത്രമാണ്. പ്രതി പൂർണ്ണമായിട്ടും സഹകരിച്ചു. നമ്മളോട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. ഇന്നലെ തന്നെ റിക്കവറിയുടെ വിവരങ്ങളാണെങ്കിലും എവിടെയാണ് ഫോണും DVRും ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു. നമുക്ക് കൃത്യമായിട്ട് തന്നെ റിക്കവറി നടത്താൻ സാധിച്ചു. ആൾക്ക് വിജയകുമാറിൻ്റെ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ യാതൊരുവിധ കൂസലുമില്ല. അതേസമയം കുടുംബത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആൾ തികച്ചും അപ്സെറ്റാണ്. സാർ, ഇയാൾ മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള നാട്ടിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെട്ടിട്ടുള്ള ആളാണോ, അതോ ഇതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള കക്ഷിയാണോ? പോലീസിൻ്റെ റെക്കോർഡ്സ് ഓൾ ഇന്ത്യ തലത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സാണ്. അത് പരിശോധിച്ചതിൽ നിന്ന് അയാൾക്ക് വേറെ കുറ്റകൃത്യങ്ങളുള്ളതായിട്ടൊന്നും പറയുമായിട്ടില്ല. നഷ്ടപ്പെട്ട ഫോണിൽ CCTV കണക്റ്റഡ് അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ശാസ്ത്രീയ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇയാൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കൊല്ലുകയായിരുന്നു, അല്ലെങ്കിൽ വിജയകുമാർ മാത്രമായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്? നമ്മളുടെ പ്രാഥമികമായ അറിവ് വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ഉദ്ദേശിച്ചാണ് വന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കാം. കൂടുതൽ അന്വേഷണം നടത്തണം, ചോദ്യം ചെയ്യും. വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ അയാൾക്ക് മുമ്പ് തന്നെ പരിചയമായിരുന്നു, അതോ ഈ മറ്റ് ഇപ്പോൾ ഈ അടുത്ത ആരെങ്കിലും സഹായം അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു? ഇല്ല, ഇയാളുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ആ വീട്ടിൽ ഭാര്യയുമൊത്ത് ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ വിജയകുമാറിൻ്റെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ സാഹചര്യങ്ങളും എങ്ങനെ അകത്ത് കടക്കാം എന്നുള്ള അറിവെല്ലാം പ്രതിക്കുണ്ടായിരുന്നു. സാർ, അതിലൊരു സംശയം എന്ന് വെച്ചാൽ ഇവർ മറ്റാരെയും വീടിനുള്ളിലേക്ക്, ജോലിക്കാരെ പോലും വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നൊരു സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബംഗാളി ഒരാളെ, അതിനോട് ആസാമി ഒരാളെ അതിനുള്ളിൽ കയറ്റുമെന്നുള്ള കാര്യത്തിലൊരു ഡൗട്ട് വരുന്നത്. അതാണ് ചോദിച്ചത്. പുറത്തുനിന്നുള്ള ആരുടെയും സഹായം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ യാതൊരുവിധ അറിവും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല.